വിശുദ്ധരോടൊത്ത് ആരാധിക്കാം. മാലാഖമാർ ചേർന്നു ആർത്തുപാടാം. തിരുസഭയിൽ ഒരുമയിൽ ചേർന്നു പാടാം. മറിയത്തോടൊത്ത് ആരാധിക്കാം. വിശുദ്ധരോടൊത്ത് ആരാധിക്കാം. മാലാഖമാർ ചേർന്നു ആർത്തുപാടാം. തിരുസഭയിൽ ഒരുമയിൽ ചേർന്നു പാടാം. ആരാധന 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 ആരാധന. ക്രൂശിന്മേൽ ദൈവം ശൂന്യനായി രക്തം ചിന്തി രക്ഷയേകി. വിശ്വാസികളും വാനിടവും മറിയത്തോടൊത്തവനെ ആരാധിച്ചു. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. നമുക്ക് വേണ്ടി പീഡ സഹിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത് ഈശോയെ ആ പീഡാസഹന വേളയിൽ ഈശോയുടെ ഓരം ചേർന്ന് നിന്ന പരിശുദ്ധ കന്യകാ മറിയമേ, അമ്മയുടെ ജീവിതത്തിലെ സഹനങ്ങളോട് എൻ്റെ കുടുംബജീവിതത്തിൻ്റെയും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെയും സഹനങ്ങൾ ഞാൻ ചേർത്ത് വയ്ക്കുന്നു. അമ്മേ മാതാവേ, തിരുസന്നിധിയോടുകൂടെ നിന്ന് ഈ വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ അമ്മേ മാതാവേ, എൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും എല്ലാം നീ ഏറ്റെടുക്കണമേ. വ്യക്തിപരമായ ജീവിതങ്ങളെയും വ്യക്തിപരമായ ദുഃഖങ്ങളെയും എല്ലാം തമ്പുരാന്റെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കുടുംബത്തിലായിരിക്കുന്ന എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയിലേക്ക് നോക്കി നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശിവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശിവേ ആരാധന 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 ആരാധന. ശോയേ മഹിമാതാവേ, നിന്റെ സഹനത്തോടെ എൻ്റെ സഹനങ്ങളും ചേർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മേ അമ്മേ, തിരു സഹനങ്ങളുടെ നടുവിലൂടെ നീ നടന്നു മുന്നേറിയതുപോലെ അമ്മേ, ഞാനും ഇന്ന് സഹനത്തിൻ്റെ തീച്ചുള്ളിലൂടെയാണ് നടന്നു മുന്നേറുന്നത്. കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ, വീട് പണിയുടെ തടസ്സങ്ങൾ, മക്കളുടെ ഓരോരോ അവസ്ഥകൾ ഈശോയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുടുംബത്തിൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും എല്ലാം സമർപ്പിക്കട്ടെ എല്ലാ മക്കളും. ഈശോയെ, എൻ്റെ കുടുംബത്തെ നീ രൂപാന്തരപ്പെടുത്തണമേ. കുടുംബത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും എല്ലാം അമ്മേ മാതാവേ, അമ്മയോട് ചേർന്ന് നിന്ന് തിരുസുതന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഹായകനായ പരിശുദ്ധാത്മാവിനെ എൻ്റെ കുടുംബത്തിലേക്ക് അയക്കണമേ. ഈശോയെ,
ഈശോയെ എൻ ജീവിത ദുഃഖങ്ങൾ തിരു കൈകളിലേകിടുന്നു. എൻ ജീവിത ദുഃഖങ്ങൾ തിരു കൈകളിലേകിടുന്നു. എൻ്റെ രോഗവും എൻ്റെ ഈശോയെ എൻ്റെ സങ്കടങ്ങൾ സന്തോഷമാക്കി മാറ്റണമേ. വേദനർപ്പിക്കുന്നു. എൻ്റെ രോഗവും എൻ്റെ വേദനയും തിരുപാദത്തിലർപ്പിക്കുന്നു. നാഥാ വരേണമേ, സൗഖ്യം തരേണമേ. നാഥാ വരേണമേ, സൗഖ്യം തരേണമേ. അമ്മേ മാതാവേ, നിന്റെ സഹനം എല്ലാ സഹനങ്ങളെക്കാൾ നീണ്ടതും വേദന നിറഞ്ഞതുമാണെന്ന് എനിക്ക് ബോധ്യമുണ്ടമ്മേ. തിരുക്കുമാരൻ പാടുപീടുകളേറ്റ് കുരിശിലേറി വിജനമായ സ്ഥലത്ത് മരണപ്പെടുമ്പോൾ അമ്മേ, നീ ആ കുരിശിൻ ചോട്ടിൽ സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ ആയിരുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അമ്മേ. അമ്മേ മാതാവേ, അമ്മയുടെ മെയ് മാസ വണക്ക ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ക്രൂശിതനായ ക്രിസ്തുവിനോട് ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെ സഹനങ്ങളും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മേ. ഇനി എങ്ങോട്ട് നീങ്ങണമെന്ന് അറിവില്ലാതെ മുട്ടേണ്ട വാതിലുകളെല്ലാം മുട്ടപ്പെട്ട് എല്ലാം കൊട്ടിയടഞ്ഞുവെന്നൊരു വിശ്വാസത്തോടു കൂടി അമ്മേ, എൻ്റെ കുടുംബത്തിലെ എല്ലാ മക്കളോടും ചേർന്ന് നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ഞാൻ ഇന്ന് പങ്കെടുക്കുകയാണ് അമ്മേ. അമ്മേ മാതാവേ, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളുമെല്ലാം അമ്മ എടുത്തു മാറ്റണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിൻ്റെ എല്ലാ സഹനങ്ങളുടെയും മാതാവാണ് നീ എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. ജീവിതയാത്രയിൽ ജീവിച്ച് മുന്നേറിയപ്പോൾ ജന്മം മുതൽ മരണം വരെ സഹനത്തിന്റെ തീച്ചൂളയിലൂടെ നടന്നു നീങ്ങിയ പരിശുദ്ധ കന്യകാമറിയം, അമ്മേ മാതാവേ, നിന്റെ സഹനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ എൻ്റെ സഹനങ്ങൾ എത്ര നിസ്സാരം. ശോയെ, എൻ്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ സഹനങ്ങൾ സഹിക്കാനുള്ള ശക്തി എന്നിലേക്ക് ഒഴുക്കി നൽകണമേ എന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ശിമിയോൻ പ്രവചിച്ച് നിന്റെ ഹൃദയത്തിലൂടെ വാൾ കടക്കുമെന്ന് ലുക്കായുടെ സുവിശേഷം 2:35. ശോയെ, അന്നു മുതൽ തുടങ്ങിയതാണല്ലോ എൻ്റെ അമ്മയുടെ സഹനങ്ങൾ. അമ്മേ മാതാവേ, തിരുക്കുമാരനെ എടുത്തുകൊണ്ട് നീ പലായനം ചെയ്തപ്പോഴും 12ാമത്തെ വയസ്സിൽ തിരുക്കുമാരൻ നഷ്ടപ്പെട്ട് അവനെ അലഞ്ഞു നടന്നപ്പോഴെല്ലാം അമ്മേ, നിന്റെ സഹനങ്ങൾ എത്രമാത്രം വലുതായിരുന്നു. ശോയെ, പഴയ നിയമത്തില്
ദാവീദിനോട് നാഥാൻ പ്രവാചകൻ പ്രവചിച്ചു, നിന്റെ കുട്ടി മരണപ്പെടും. അത് കേട്ട മാത്രയിൽ തന്നെ അവൻ ഉപവാസമനുഷ്ഠിച്ച് നിലത്ത് കിടന്നുറങ്ങുന്ന സംഭവം. ഈശോയെ, കുട്ടി മരണപ്പെടുമെന്ന് കേട്ട മാത്രയിൽ ദുഃഖത്തിന്റെ ഭാര്യവിഷത്താല് ദാവീദ് രാജാവ് സങ്കടപ്പെട്ടത് ജന്മം മുതല് കർത്താവിന്റെ മുമ്പിൽ ആയിരിക്കുന്ന വിശുദ്ധ കന്യകാമറിയം തന്റെ മകന്റെ പിടാസഹന മരണ ഉദ്ധാനങ്ങളിലൂടെ കടന്നു പോകുമെന്ന് ഉറച്ച് വിശ്വസിച്ച നിമിഷങ്ങൾ എന്തുമാത്രം സങ്കടമായിരിക്കും ആ മാതാവിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത്. അമ്മേ, അബ്രാഹത്തോട് തന്റെ പുത്രനെ ബലി കഴിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ട പിതാവായ ദൈവം ആ നിമിഷം അബ്രാഹം സങ്കടപ്പെട്ടതിനേക്കാൾ എന്തുമാത്രം അധികമായിരിക്കും വിശുദ്ധ കന്യകാമറിയത്തിന്റെ സങ്കടം. വിശുദ്ധ ബ്രിജീറ്റിന് ഒരു ദർശനം അമ്മ മാതാവ് കൊടുക്കുന്നുണ്ട്. അൽഫോൺസ് ലിഗോരിയുടെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുകയാണ്: വിശുദ്ധ കന്യകാമറിയം ബ്രിജീറ്റിന്റെ കയ്യിലേക്ക് തിരുസുതനെ കൊടുക്കുകയാണ്. തിരുസുതനെ താലോലിക്കുന്ന ബ്രിജീറ്റ് പുണ്യവതി ആ താലോലത്തിന്റെ പാരമ്യത്തിലെത്തിക്കഴിയുമ്പോൾ അമ്മ ആ ദർശനം അവിടുന്ന് അവസാനിപ്പിക്കുകയാണ്. ആ നിമിഷം പൊട്ടിക്കരിയുന്ന വിശുദ്ധ ബ്രിജീറ്റ് ഒരു നിമിഷം താലോലിച്ച താലോലനം നഷ്ടപ്പെടുമ്പോൾ പൊട്ടിക്കരുന്ന നിമിഷം അമ്മ ബ്രിജീറ്റിന്റെ ചിന്തയിലേക്ക് ചിന്ത കൊടുക്കുകയാണ്. സ്വന്തം മകനെ നഷ്ടപ്പെട്ട് അലയുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സങ്കടം എന്തുമാത്രം വലുതായിരിക്കും. അമ്മേ മാതാവേ, അമ്മയുടെ തിരുസുതൻ 3 ആണികളിൽ മേൽ പിടഞ്ഞു മരിക്കുമ്പോൾ, ആ മരണത്തിന് നീ സാക്ഷ്യം വഹിക്കുമ്പോൾ നിന്റെ സങ്കടം എന്തുമാത്രം വലുതാണ്. സഹനത്തിന്റെ തീച്ചുളയിലൂടെ നടന്നു നീങ്ങുന്ന അമ്മ, മക്കള് മരണവക്രത്തെത്തിക്കഴിയുമ്പോൾ അത് കണ്ടു നിൽക്കുവാൻ അമ്മമാർക്ക് സാധ്യമല്ല. കാരണം അമ്മമാര് ആ മക്കളെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നു. ജീവനതുല്യം സ്നേഹിച്ച രക്ഷകൻ ഇതാ 3 ആണിമേൽ പിടഞ്ഞു മരിക്കുമ്പോൾ അമ്മയുടെ ഹൃദയം പിളർന്നു പോകുന്ന വേദനയുണ്ടായിരിക്കാം. അമ്മേ മാതാവേ, അമ്മയുടെ തിരുസുതന്റെ ഹൃദയം പിളർക്കുമ്പോൾ അമ്മ എന്തുമാത്രം വേദന അനുഭവിച്ചു. സങ്കല്പിക്കാൻ സാധിക്കാത്ത വിധം അമ്മയുടെ വേദന അത്ര കഠോരമായിരുന്നു. തിരുസുതൻ പിടഞ്ഞു മരിക്കുമ്പോഴും അവനെ മടിയിലിരുത്തി അവന്റെ സംസ്കാരത്തിന് വേണ്ടി അമ്മ ഒരുങ്ങുമ്പോഴും അമ്മേ മാതാവേ, നീ എന്തുമാത്രം വേദന അനുഭവിച്ച നിമിഷങ്ങളാത്. എൻ്റെ ജീവിതത്തിലെ, എൻ്റെ അനുദിന ജീവിതത്തിലെ സഹനങ്ങൾ അമ്മയുടെ സഹനങ്ങളോട് കൂട്ടിച്ചേർക്കുമ്പോഴൊന്നുമില്ല. പഴയ നിയമത്തിലേക്ക് കടന്നു വന്നാൽ ജോബ് 3 സ്നേഹിതന്മാര് ജോബിനോട് വന്ന് ജോബിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോഴും ദൈവത്തിന്റെ നന്മയെക്കുറിച്ച് പാടിപ്പുകഴ്ത്തുന്ന ജോബ്, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. അവസാനം ദൈവം ജോബിനെ ഉയർത്തുകയാണ്. ശോയെ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 12-ാം തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ 3 യുവാക്കന്മാരെ വിശ്വാസത്തിന്റെ പേരിൽ, അന്യമത ആരാധന നടത്താത്തതിന്റെ പേരിൽ തീച്ചൂളയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ ആ തീച്ചൂളയിൽ കടന്നുകൊണ്ട്
ആ 3 യുവാക്കന്മാര് ദൈവത്തെ ഉദ്ഘോഷിക്കുകയാണ്. അവിടെ രാജാവിന്റെ മാനസാന്തരം സംജാതമാകുന്നു. അതോടൊപ്പം തന്നെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തില് 14-ാം അധ്യായം 34-37 തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സിംഹക്കുഴിയിൽ കിടന്നുകൊണ്ട് ദാനിയേൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സഹനത്തിന്റെ തീച്ചുകളിലൂടെ നടന്നു പോകുന്ന ഉൽപ്പത്തി പുസ്തകത്തില് ജോസഫിന്റെ കഥ നമുക്കറിയാം. തിന്മയിൽ നിന്ന് നന്മ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കഥ. സ്വന്തം സഹോദരങ്ങള് ഉപേക്ഷിക്കുന്ന കഥ. സ്നേഹമുള്ളവരെ, അമ്മയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു ചെല്ലുമ്പോഴും അമ്മയുടെ ജന്മം മുതൽ മരണം വരെ സഹനത്തിന്റെ തീച്ചൂളയിലൂടെ നടന്നവളാണ് പരിശുദ്ധ കന്യകാമറിയം. മക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്നുണ്ടാകാം. ഈ സഹനങ്ങളെ നമുക്ക് നെഞ്ചോട് ചേർക്കാം. മക്കളെ, ഈ സഹനങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ചതിന് ശേഷം അമ്മയുടെ ജപമാല എടുത്ത കരങ്ങളിലേക്ക് നമുക്ക് പിടിക്കാം. അമ്മയുടെ ജപമാല ചൊല്ലി ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സകലത്തിന്റെ നടുവില്, വേദനകളുടെ നടുവില് അമ്മ നിന്നെ ചേർത്ത് നിർത്തുമെന്ന് ഉറച്ചു വിശ്വസിക്കാം. അതോടൊപ്പം തന്നെ അമ്മയുടെ രക്തക്കണ്ണുനീർ ജപമാല ചൊല്ലി നമുക്ക് അനുദിനം പ്രാർത്ഥിക്കുന്ന മക്കളായി തീരാം. അമ്മയുടെ സഹനത്തിന്റെ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നതാണ് അമ്മയുടെ രക്തക്കണ്ണുനീർ ജപമാല. ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സഹനങ്ങൾ അമ്മ ഏറ്റെടുത്തുകൊണ്ട് സഹനത്തിന്റെ നടുവിലേക്ക് അമ്മ ഉയർപ്പായി കടന്നു വരുമെന്ന ഒരു ബോധ്യം നിന്റെ മനസ്സിൽ കുറിക്കട്ടെ. അമ്മയുടെ കൃപകള്, അമ്മയുടെ വരങ്ങള് നിന്നിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. എപ്പോഴും ആശ്വാസത്തിന് തൈലവുമായി പരിശുദ്ധ കന്യകാമറിയം നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക് കടന്നിറങ്ങി വരുവാൻ വേണ്ടി ഈ മെയ് മാസത്തിൽ നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധ ആരാധനയുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ അവസരങ്ങളിൽ പരിശുദ്ധ കന്യകാമറിയം നിന്റെ കുടുംബത്തിലേക്ക്, കുടുംബ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങളുടെ കലവറയൊഴുക്കി നൽകുമെന്ന ഉത്തമമായ ബോധ്യത്തോടുകൂടി അമ്മയെ ചേർത്ത് നിർത്തുവാൻ നിനക്ക് സാധിക്കട്ടെ. അമ്മയുടെ കൃപ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ. രക്തക്കണ്ണുനീർ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ വ്യാകുലങ്ങളിലൂടെയും നമുക്ക് കടന്നു പോകാം. ഈ 7 വ്യാകുലങ്ങളിലൂടെ കടന്നുപോയി അമ്മയുടെ സഹനത്തോട് താതാമ്യപ്പെടുമ്പോൾ, അമ്മയുടെ കരങ്ങളിലേക്ക് നിന്റെ സഹനങ്ങൾ വിട്ടുകൊടുക്കുമ്പോൾ അമ്മ നിന്നെ കാത്തു പരിപാലിക്കും. മകനെ, അമ്മയുടെ കൃപകളിലേക്ക് നമുക്ക് ഒഴുകാം. അമ്മ നമ്മളെ ചേർത്ത് നിർത്തട്ടെ. ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ഉണ്ടാകുമ്പോൾ നമ്മൾ ഓടിയെടുക്കുന്നത് നമ്മുടെ അമ്മയുടെ അരികിലേക്കല്ലേ? ചെറുപ്പത്തിൽ നമ്മളൊക്കെ ഒത്തിരി നമ്മുടെ ഈ ലോകത്തിലെ അമ്മയുടെ അരികിലേക്ക് ഓടിയെടുത്തിട്ടില്ലേ? എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിയുമ്പോൾ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഞാനും നീയും ഈ ലോകത്തിൻ്റെ അമ്മയുടെ അരികിലേക്ക് ഓടിയിട്ടുണ്ട്. അമ്മയുടെ ഒക്കത്ത് കയറിയിരിക്കുമ്പോൾ എന്തോ നേടിയൊരു പ്രതീതി നമുക്കുണ്ട്. മക്കളെ, നമുക്ക് എന്തോ നേടിയൊരു പ്രതീതിയോടുകൂടി അമ്മയുടെ ഒക്കത്തിരിക്കാം. അമ്മ സഹനങ്ങളിൽ നമുക്കെന്നും കൂട്ടുണ്ട് എന്ന് ഉറച്ച ബോധ്യത്തോടുകൂടി ജീവിച്ച് മുന്നേറാം. ജീവിതയാത്രയിൽ അമ്മ നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും എല്ലാം ഏറ്റെടുക്കട്ടെ. നമുക്കൊരു നിമിഷം ഈ അൾത്താരയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന അമ്മയുടെ മകനിലേക്ക് ഒന്ന് കണ്ടു വായിക്കാം. എന്തുമാത്രം സഹനങ്ങളാ അമ്മയിലേക്ക് ഈ മകന്റെ ജീവിതയാത്രയിൽ സമ്മാനിക്കപ്പെട്ടത്. അമ്മേ മാതാവേ, നിന്റെ സഹനങ്ങളോട് തട്ടിച്ചു നോക്കുമ്പോൾ നിന്റെ തിരുസുതനെ ലോകത്തിന് കാഴ്ചവെക്കുവാൻ വേണ്ടി നീ അനുഭവിച്ച സഹനത്തോട് തട്ടിച്ചു നോക്കുമ്പോൾ എൻ്റെ സഹനങ്ങൾ വെറും നിസാരം. ചില കടബാധ്യതകളും ചെറിയ ദുഃഖങ്ങളും ചെറിയ വേദനകളും മാത്രം. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ രക്ഷകൻ പിറന്നപ്പോൾ, രാജാക്കന്മാരുടെ രാജാവായ രക്ഷകൻ പിറന്നപ്പോൾ അവനെ എടുത്തുകൊണ്ട് നീ പലായനം ചെയ്തത് എന്തുമാത്രം കഷ്ടതകൾ! 400ഓളം മൈലുകൾ നീ താണ്ടിയപ്പോൾ അമ്മേ മാതാവേ, ജീവിതത്തിൽ എന്തുമാത്രം കഷ്ടപ്പാടുകൾ നീ സഹിച്ചു.
കർത്താവിൻ്റെ ഭവനത്തിൽ നിന്ന് പിശാചിൻ്റെ ഭവനത്തിലേക്ക് നീ നടന്നു പോയതുപോലെ നിനക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. ആ രാത്രിയിൽ ഭക്ഷണവും പനിയുമില്ലാതെ നീ അലഞ്ഞിട്ടുണ്ടാകാം. ഈശോയെ, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിന്റെ അമ്മ സഹിച്ച ഓരോ വേദനകളും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തിൽ വരുന്ന ഓരോ വേദനകളും നിന്നെ എന്നോട് ചേർത്ത് നിർത്തുമ്പോൾ എനിക്ക് സന്തോഷമായി മാറുമെന്നറിയാം. ഈശോയെ, എൻ്റെ ഹൃദയത്തോട് നീ ചേർന്ന് നിൽക്കണമേ. എൻ്റെ ഹൃദയത്തോട് നീ ചേർന്ന് നിൽക്കണമേ എൻ്റെ ഈശോയെ. ജീവിതയാത്രയിൽ ഈശോയെ നമ്മുടെ ചങ്കോട് ചേർത്ത് നിർത്തിക്കൊണ്ട് കർത്താവിനോട് കൂടിയായിരിക്കാം ഒരു നിമിഷം. ക്രൂശിത പാദം പുണർന്നു ഞാൻ, കുരിശിന്റെ വഴിയെ നടന്നിടുമ്പോ എനിക്കു മുൻപിലാ ആ വഴി നടന്നതാ പരിശുദ്ധ മാതാവേ, നീ തുണയ്ക്കാൻ എൻ്റെ ആത്മാവിൽ ധൈര്യം നീ അരുൾക. ക്രൂശിത പാദം പുണർന്നു ഞാൻ, കുരിശിന്റെ വഴിയെ നടന്നിടുമ്പോ എനിക്കു മുൻപിലാ ആ വഴി നടന്നതാ പരിശുദ്ധ മാതാവേ, നീ തുണയ്ക്കാൻ എൻ്റെ ആത്മാവിൽ ധൈര്യം നീ അരുൾക. കരളു നീറി കരഞ്ഞിടുമ്പോ കരങ്ങൾ ദുർബലമായിടുമ്പോ കാൽവരി യാത്രയിൽ നിന്റെ സൂനുവേ നീ കണ്ട നിമിഷം ഞാൻ ഓർത്തിടുന്നു. അമ്മേ, കരുത്തു നൽകണേ തായേ, കൃപയൊഴുക്കണേ തായേ. ക്രൂശിത പാദം പുണർന്നു ഞാൻ, കുരിശിന്റെ വഴിയെ നടന്നിടുമ്പോ എനിക്കു മുൻപിലാ ആ വഴി നടന്നതാ പരിശുദ്ധ മാതാവേ, നീ തുണയ്ക്കാൻ എൻ്റെ ആത്മാവിൽ ധൈര്യം നീ അരുൾക. നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണുനീർ കടലുകൾ ഈ അൾത്താരയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയേ, യേശുവേ, 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 എൻ്റെ സങ്കടങ്ങളിലേക്ക് നീ ഇറങ്ങി വരണമേ തമ്പുരാനെ. ഈശോയെ, എൻ്റെ കുടുംബത്തിൻ്റെ വേദനകളിലേക്ക്, രോഗാവസ്ഥയിലേക്ക്, ഓരോ കെട്ടുപാടുകളിലേക്ക് നീ കടന്നിറങ്ങി വരണമേ തമ്പുരാനെ. ഈശോയെ, എൻ്റെ എല്ലാ കെട്ടുകളും നീ പൊട്ടിക്കണമേ. അമ്മേ മാതാവേ, എൻ്റെ കുടുംബത്തിന്റെ ദുഃഖത്തിന്റെ കെട്ടുകൾ നീ നിമിഷം പൊട്ടിക്കണമേ അമ്മേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, യേശുവേ, ഈശോയേ, എന്നെ നിന്റേതാക്കി മാറ്റണമേ തമ്പുരാനെ. കർത്താവേ, കൃപയൊഴുക്കണമേ. കൃപാഭരങ്ങൾ ഞാൻ നിറയട്ടെ. അസ്വസ്ഥതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എൻ്റെ മനസ്സിൽ നീ നിമിഷം എടുത്തു മാറ്റണമേ. പരിശുദ്ധ
ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.